എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മകളാണ്. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകളാണ്. വളരെ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം വളരെ കൃത്യമായി പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ലാ തംനഉ നിങ്ങൾ തടയരുത്, ഇമാ അല്ലാഹി അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ, മസാജിദ് അല്ലാഹ് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ പള്ളികളിൽ പോകുന്നതിൽ നമസ്കാരത്തിന് പോകുന്നതിൽ നിന്ന് നിങ്ങൾ തടയരുത്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്. ഈ ഹദീസ് കേൾക്കുമ്പോൾ സമസ്തയിലെ ചില പണ്ഡിതന്മാർ പറയും, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് നമസ്കാരത്തിന് ഏറ്റവും ഉത്തമം. ഖൈറുൽ ലഹുന്ന, അവർക്ക് ഖൈറാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പള്ളികളെക്കാളും വീടാണ് ഉത്തമം, പള്ളികളിൽ പോകാൻ പാടില്ല. ഇതാണ് അവരുടെ ന്യായം. ഈ ന്യായത്തിന് നമുക്കുള്ള മറുപടി ഇതാണ്. ഇമാം മുസ്ലിം തന്നെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് 781 നമ്പർ ഹദീസായിട്ടാണ് ഇതിലുള്ളത്. സെയ്ദ് ബിൻ സാബിത്തിൽ നിന്നാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഫഅലൈക്കും ബിസ്വലാത്തി ഫി ബുയൂത്തിക്കും, നിങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കണം. ഫഇന്ന ഖൈറ സ്വലാത്തിൽ മർഇ ഫി ബൈതിഹി, കാരണം പുരുഷൻ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ ഉത്തമമായത് വീടുകളിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണ്. ഇല്ല സ്വലാത്തൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങൾ ഒഴികെ. അപ്പോ ഈ ഹദീസ് പ്രകാരം ഫർള് നമസ്കാരങ്ങൾ ഒഴികെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എവിടെയാണ് ഖൈറ്, എവിടെയാണ് ഉത്തമം? വീടുകളിൽ വെച്ച് പുരുഷൻ നിർവഹിക്കുന്നതാണ് ഖൈറ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ സുന്നത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചാൽ അത് ഹറാമോ കറാഹത്തോ കുറ്റകരമോ ആകുമോ? ഉദാഹരണം, ഫർള് നമസ്കാരമായ ളുഹറിന് ശേഷം ഒരാൾ 2 റക്അത്ത് സുന്നത്ത് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ചു. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ നിസ്കരിക്കുന്നത്. അത് കറാഹത്തോ ഹറാമോ ആവുമോ? അതുകൊണ്ട് പ്രതിഫലം ലഭിക്കാതിരിക്കുമോ? ഇല്ല. എന്നാൽ എവിടെയാണ് ഖൈർ ഉത്തമം? വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നത്. ഇതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് കുറ്റകരമോ ഹറാമോ കറാഹത്തോ ആകുമോ? ഒരിക്കലും ആവുകയില്ല.